ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു 4 കോഴിമുട്ട ഇതുപോലൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത്, അപ്പോൾ ഇതിന്റെ പരുവം തെറ്റിപ്പോവും. ഇനി ഇതിലേക്ക് വേണ്ടത് വറുത്ത റവയാണ്. വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. 4 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി, അല്ലാന്നുണ്ടെങ്കിൽ സബോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് വളരെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളകും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റവ കുതിർന്നു വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുവേണ്ടി 10 മിനിറ്റ് നേരം അടച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു റവ നല്ല പോലെ കുതിർന്നു വന്നതിന് ശേഷം ഇത് നമുക്ക് ഇളക്കി നോക്കാം. ഇതിലേക്ക് ഇനി വറുത്ത അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ എത്ര ഇട്ട് കൊടുക്കണമെന്നുള്ളത് നമുക്കിത് കുതിർന്നു വന്നാലാണ് അതിന്റെ പരുവം മനസ്സിലാവുന്നത്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിലാണ്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നതെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് പരുവം ഞാൻ ഇതുപോലെ കോരി കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഈ ഒരു പാനിൽ ഞാൻ ഒട്ടും ഓയിലൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഒരു ഭാഗം വേവിച്ചെടുത്തു. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി 1 മിനിറ്റ് നേരം ഒന്ന് വെന്ത് വരട്ടെ. ഇത് വെന്ത് വരാനായിട്ട് ഒരുപാട് ഫ്ലെയിമിന്റെ ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിം കൂടി പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. അടുത്തതായിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പാനോട് കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതേ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് വേണം എല്ലാം വേവിച്ചെടുക്കാനായിട്ട്. എല്ലാം ഒരുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റ് നേരം ഒരു സൈഡ് വേവിച്ചെടുത്തു. വീണ്ടും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കൂടി വേവിച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരം റെഡിയായി കിട്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.